മഹാരാഷ്ട്രയും ജാർഖണ്ഡും ആരു ഭരിക്കുമെന്നും നാളെ അറിയാം. എക്സിറ്റ് പോളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് NDA. പ്രവചനങ്ങൾ നിരാശപ്പെടേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീജിത്ത്, ആദ്യം മഹാരാഷ്ട്രയിലേക്ക് പോയാൽ അവിടെ NCPകളുടെയും ശിവസേനകളുടെയും നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ശരത് പവാർ ആയിരിക്കുമോ, അജിത് പവാർ ആയിരിക്കുമോ, ഷിൻഡെ ആയിരിക്കുമോ, ഉദ്ധവ് താക്കറെ ആയിരിക്കുമോ, ആരായിരിക്കും വാഴുക, ആര് വീഴും? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം നാളെ കിട്ടും എന്ന് തന്നെ കരുതാമല്ലേ? തീർച്ചയായും ലക്ഷ്മി, ഏറ്റവും കൗതുകകരമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് മഹാരാഷ്ട്ര ഇത്തവണ വേദിയാകുന്നത്. ഏറ്റവും മഹാരാഷ്ട്രയിലെ വലിയ സ്വാധീനമുള്ള രണ്ട് പാർട്ടികൾ, ഒന്ന് NCPയും മറ്റൊന്ന് ശിവസേനയും. ഈ രണ്ട് പാർട്ടികളും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. അതിപ്പോൾ 4 പാർട്ടികളായി മാറിയിരിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കാര്യമാണ്, എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ഏതാണ്ട് 11 എക്സിറ്റ് പോൾ സർവേകളും BJP നയിക്കുന്ന മഹായുദ്ധി സഖ്യത്തിനാണ് അധികാര തുടർച്ച നൽകുന്നത്. പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായി കുറച്ചുകൂടി പ്രാദേശികമായി ചിന്തിക്കുന്ന ദൈനിക് ഭാസ്കർ പോലെയുള്ള പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള പത്രങ്ങൾ, മീഡിയ ഗ്രൂപ്പുകളൊക്കെ മഹാവികാസ് അഘാഡിക്ക്, അതായത് കോൺഗ്രസും ഉദ്ധവ് പക്ഷവും ശിവസേന ഉദ്ധവ് പക്ഷവും ശരത് പവാർ NCP പക്ഷവും നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിന് ഏതാണ്ട് 4 പ്രാദേശിക മാധ്യമ ഗ്രൂപ്പുകളുടെ സർവേ ഫലങ്ങൾ അവർക്ക് അനുകൂലമായി, മഹാവികാസ് അഘാഡി സഖ്യത്തിന് അനുകൂലമായി, അല്ലെങ്കിൽ അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അനുകൂല അന്തരീക്ഷം ഉണ്ടാകുമെന്ന ഒരു സർവേ ഫലം കൂടി പ്രവചിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൗതുകകരമായി മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, മഹാരാഷ്ട്രയിൽ ആര് സർക്കാർ രൂപീകരിക്കും എന്നതിനേക്കാൾ മഹാരാഷ്ട്രയിൽ ജയിച്ചു വരുന്ന MLA മാർ ആർക്കൊപ്പമായിരിക്കും നിൽക്കുക എന്ന രൂപത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. കാരണം NDA സഖ്യമാണ് അധികാരത്തിലെത്തുക എന്ന സൂചനകൾ വന്നതോടുകൂടി തന്നെ MLA മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. MLA മാരെ എല്ലാം റിസോർട്ടിലേക്ക് മാറ്റുന്നതിൻ്റെ തിരക്കിലാണ്, അല്ലെങ്കിൽ മറ്റ് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിൻ്റെ തിരക്കിലാണ്. അതായത് ജയിച്ചു വരും എന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെ എല്ലാവരെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്, വിശ്വാസമുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിൻ്റെ തിരക്കിലാണ് പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാവരും. അതിൽ NCP ശരത് പവാർ പക്ഷത്തു നിന്നാണ് കൂടുതൽ പേരും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാവരും, അതായത് ജയിച്ചു വരുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെല്ലാവരും മുംബൈയിൽ എത്തണമെന്ന നിർദ്ദേശം AICC നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരൊക്കെ വരും എന്ന രൂപത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതായത് NDAയിൽ BJP നേതൃത്വം നൽകുന്ന NDAയിൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുക എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വന്നിരുന്നു. അതുപ്രകാരം ദേവേന്ദ്ര ഫട്നാവിസ് ആണ് മുഖ്യമന്ത്രിയാകുക എന്ന തരത്തിലുള്ള ചർച്ചകൾ BJPയിൽ നടക്കുന്നുണ്ട്. അതല്ല, മറുപക്ഷത്ത് ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിനാണ് മുൻതൂക്കമെങ്കിൽ, അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നതെങ്കിൽ ഷിൻഡെ മുഖ്യമന്ത്രിയാകും എന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും മഹാരാഷ്ട്രയിൽ വലിയൊരു കൗതുകകരമായ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും നാളെ രാവിലെ ഒരു 11 മണിയോടുകൂടി ആദ്യ ഫലസൂചനകൾ വരുന്നതിനനുസരിച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ. തൂക്കുസഭയ്ക്കുള്ള സാധ്യതകൾ കൂടി പല ആളുകളും പ്രവചിക്കുന്നുണ്ട്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന തൂക്കുസഭയായിരിക്കും. അത് ആർക്കായിരിക്കും നേരിയ മേൽക്കൈ ലഭിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് പോവുക. അത് ഏറ്റവും പ്രധാനം, ഈ 65% പോളിംഗ് നടന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ അതാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുള്ളത്. ഇത് മഹാവികാസ് അഘാഡി മഹായുദ്ധി സഖ്യങ്ങളിൽ പൊളിച്ചെഴുത്തുണ്ടാകുമോ, ആരായിരിക്കും അവിടെ നിലനിൽക്കുക എന്നതാണ് അറിയേണ്ടത്. ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തായാലും അവിടെ NCPകളും ശിവസേനകളും തന്നെയാണ്. അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ, പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറെ ആകാംക്ഷ. ജാർഖണ്ഡിലേക്ക് വന്നാൽ ജാർഖണ്ഡിലെ സ്ഥിതി എന്താണ്? JMMന് ഒരു പതിവ് സ്വാധീനം ഇക്കുറി ഇല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് ശ്രീജിത്ത് ജാർഖണ്ഡിൽ? ജാർഖണ്ഡിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ BJP സഖ്യം അധികാരത്തിൽ വരും എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ആദിവാസി മേഖലയിലും ഗോത്ര മേഖലയിലും കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുമെന്ന് JMM ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കേണ്ടതില്ല. ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസും JMMഉം അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്ന് ഇന്ത്യ സഖ്യത്തിന് അധികാര തുടർച്ച ഉണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങൾ ഉറപ്പ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ച നേതാക്കന്മാരെല്ലാവരും, കാരണം അവർക്ക് അവരുടെ സ്വാധീന മേഖലകളിൽ വോട്ടുകൾ നഷ്ടപ്പെടില്ല, അവരുടെ സ്ഥാനാർത്ഥികളെല്ലാവരും ജയിച്ചു വരും എന്നൊരു ഉറപ്പ് ഇന്ത്യ സഖ്യത്തിന്, വിശേഷിച്ചും JMMന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരും എന്നുള്ളൊരു ഉറപ്പ് അവർ നൽകുന്നുണ്ട്. അതിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമാണ് സംശയം നിലനിൽക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ BJPയെ സംബന്ധിച്ച് എന്തായാലും ഇത്തവണ ജാർഖണ്ഡിൽ അധികാരം തിരിച്ചുപിടിക്കേണ്ട ആവശ്യമുണ്ട്, അധികാരത്തിൽ എത്തേണ്ട ഒരു ആവശ്യം അവർക്ക് നിലനിൽക്കുന്നുണ്ട്. അത് ആ രൂപത്തിൽ തന്നെയാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് JMMൽ നിന്ന് ചമ്പായ് സോറിനെ അടക്കം വലിക്കുകയും ചമ്പായ് സോറൻ ഇത്തവണ BJPയുടെ മുഖമായി ഹേമന്ത് സോറിന് എതിരെ അടക്കം വലിയ
പ്രചരണങ്ങൾക്ക് BJP മുന്നിൽ നിർത്തിയിരുന്നത്. എന്തായാലും ജാർഖണ്ഡിൽ BJP നേതൃത്വം നൽകുന്ന ഒരു സർക്കാരായിരിക്കും അധികാരത്തിൽ വരും എന്ന സൂചനകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന രൂപത്തിലാണ് ഇന്ത്യ സഖ്യം ചർച്ചകൾ നടത്തുന്നത്. ഹേമന്ത് സോറനെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമവും JMM ആലോചിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും എന്ത് സംഭവിക്കുന്നു എന്നതും നാളെ അറിയാം. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.